അല്പസമയം കൊണ്ട് ഏകദേശം 12:25 കൂടിയാണ് സംവിധായകൻ ഷാഫിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ 16-ാം തീയതിയാണ് കടുത്ത തലവേദനയെ തുടർന്ന് ഷാഫി എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ആരോഗ്യനില പതിയെ വഷളാവുകയായിരുന്നു. കഴിഞ്ഞ 7 ദിവസമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം ജീവൻ നിലനിർത്തിയിരുന്നത്. പലതവണ വലിയ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. 4 ദിവസം മുമ്പ് തലച്ചോറിൽ ഒരു അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നു. പിന്നീടാണ് മരുന്നുകളോട് പ്രതികരിക്കുന്നതിനടക്കം ഒരു പ്രതികൂല കാര്യം കണ്ടെത്തിയത്. പിന്നീട് വെന്റിലേറ്ററിൽ തന്നെ തുടരുകയും അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. NSICUവിലാണ് കഴിഞ്ഞ 6 ദിവസമായി ഷാഫി തുടർന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ അതീവ ഗുരുതരം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ. പിന്നീട് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം നിരന്തരം ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. ബി ഉണ്ണികൃഷ്ണനും അദ്ദേഹത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ സിനിമകളുടെ സജീവ സാന്നിധ്യമായിരുന്ന ആളുകളുമെല്ലാം ആശുപത്രിയിൽ കഴിഞ്ഞ കുറെ നാളുകളെ തുടരുകയായിരുന്നു. അതിനിടെ മമ്മൂട്ടി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ നേരിട്ടെത്തി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഏറെ നാളത്തെ ഒരു വലിയ ആശുപത്രി ജീവിതത്തിന് ശേഷമാണ് അല്പസമയം അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. 1968 ഫെബ്രുവരിയിൽ എറണാകുളത്താണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് 96 കൂടിയാണ് മലയാള സിനിമാ രംഗത്ത് അദ്ദേഹം സജീവമാകുന്നത്. രാജസേനൻ സംവിധാനം ചെയ്ത ദില്ലീവല രാജകുമാരനിൽ സഹസംവിധായകനായാണ് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലേക്കുള്ള തുടക്കം. പിന്നീട് രാജസേനന്റെ പല ചിത്രങ്ങളിലും അദ്ദേഹം സഹസംവിധായകനായിരുന്നു. ഇതിന്റെ സഹോദരൻ കൂടിയായ റാഫി മെക്കാട്ടിന്റെ ചലച്ചിത്രങ്ങളിലേക്കും അദ്ദേഹം പിന്നീട് സജീവമായി. സിദ്ദിഖിന്റെ പല സിനിമകളിലും സഹസംവിധായകനായി തുടരുകയും ചെയ്തു. ഒരു സ്വതന്ത്ര സംവിധായകന്റെ വേഷം അദ്ദേഹം അണിയുന്നത് 2001-ലാണ്. ജയറാം നായകനായ വൺമാൻ ഷോ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് മലയാളികളെ കുടുകടച്ചിരിപ്പിക്കുന്ന ഒരു സംവിധായകനായി ഷാഫി മാറുന്നത്. പിന്നീട് ദിലീപിന്റെ തന്നെ ജനപ്രിയ ചിത്രങ്ങളായ നിരവധി ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തു. 2002 കല്യാണരാമൻ, പിന്നീട് തൊമ്മനും മക്കളും, മായാവി തുടങ്ങി 16ഓളം ചിത്രങ്ങൾ. മലയാളികളുടെ ഒരു ഹിറ്റ് മേക്കറായി ഷാഫി പിന്നീട് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. നമ്മുടെ മലയാളികളുടെയൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമായ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിന്റെ എല്ലാം സംവിധാനം എന്ന് പറയുന്നത് ഷാഫി എന്നുള്ള പേരിലേക്ക് മാറുന്നത് പിന്നീട് മലയാളി കണ്ടതാണ്. ഇപ്പോഴും നമ്മൾ പേരെടുത്ത് പറയാൻ കഴിയുന്ന ഒരുപിടി ചിത്രങ്ങൾ, പുലിവാൽ കല്യാണം അടക്കം, മായാവി, ചോക്ലേറ്റ്, മമ്മൂട്ടിയുടെ ചട്ടമ്പി നാട്, വെനീസിലെ വ്യാപാരി, 2 കൺട്രീസ് അടക്കം, ഏറ്റവും ഒടുവിൽ ചിൽഡ്രൻസ് പാർക്ക് 2018, അതിനുശേഷം 2022 ആനന്ദം പരമാനന്ദം എന്ന ചിത്രമാണ് അവസാനമായി ചെയ്യുന്നത്. അങ്ങനെ പേരെടുത്ത് പറയാൻ കഴിയുന്ന, ഏതുറക്കത്തിലും മലയാളിയെ വിളിച്ചു ചോദിച്ചാൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരുപടി നല്ല ചിത്രങ്ങൾ ഷാഫിയിലൂടെ മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്.